കോൺഗ്രസുകാർക്ക് ഇപ്പൊ ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഭാഗത്ത് വയനാടിന്റെ കാര്യം നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഹൈ, രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ എന്താ, അതുപോലെ തന്നെ സ്ട്രോങ് ആയ ആളല്ലേ മത്സരിക്കാൻ വരുന്നത്, പ്രിയങ്ക ഗാന്ധി. പക്ഷെ ദിപ്രത്തെ സൈഡ് തൃശ്ശൂരിലേക്ക് നോക്കുമ്പോൾ നേതാക്കന്മാരുടെ ഉള്ള കിളിയും കൂടെ പറന്നു പോവാണ്. പുതിയ DCC പ്രസിഡന്റ് വന്നിട്ടും പോസ്റ്റർ ഒട്ടിക്കലിനും പരസ്പരം പാറവെക്കലിനും തൃശ്ശൂർ കോൺഗ്രസിൽ ഒരു കുറവും വന്നിട്ടില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ടീംസിനൊക്കെ അതൊരു പിടിവള്ളി കിട്ടിയ പോലെയായിരുന്നു. അയ്യോ, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ ചതിച്ചെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയായിരുന്നു നമ്മുടെ സുരേന്ദ്രൻജി. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, അത് അദ്ദേഹം എവിടെയും ആവർത്തിച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിമാരുടെ തലയിൽ ഇടുത്തി വീണ പോലെ രാഹുൽ ഗാന്ധി ആ പ്രഖ്യാപനം നടത്തിയത്. मेरा रायबरेली से और वायनाड से इमोशनल कनेक्शन है. प्रियंका वायनाड से चुनाव लड़ेगी, मगर मैं भी पीरियोडिकली वायनाड जाऊंगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे. എന്താണിത്? വയനാടിനോട് ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോണെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഉന്നോ, ആ തെരഞ്ഞെടുപ്പിലെങ്കിലും കനലൊരു തരിപ്പട്ടം മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ച നമ്മുടെ കോംറേഡ്സും വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയ ഞങ്ങളുടെ സുരേന്ദ്രൻജിയും ഇതെങ്ങനെ സഹിക്കും? കഷ്ടം തന്നെ മൊയിലാളി, കഷ്ടം തന്നെ. രണ്ടാം ഇന്ദിരയുടെ ജനാധിപത്യ ജന്മം വയനാട് നൽകാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി വരവും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങളും വയനാട്ടുകാരുടെ വീടും ചെറിയ ചെറിയ കവലകൾ ഉൾപ്പെടെ ഉത്സവത്തോടുകൂടി ആവേശത്തോടുകൂടി അതിനെ സ്വീകരിക്കും. 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് അന്യമുള്ള ഒരു സ്ഥലമല്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുള്ള പ്രഖ്യാപനം വന്നതോടെ കോൺഗ്രസുകാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. ഭൂരിപക്ഷം 5 ലക്ഷം വരെ കടക്കുന്നാണ് എല്ലാവരുടെയും അവകാശവാദം. ഓ, നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, ബാക്കി നേതാക്കളുടെ കോൺഫിഡൻസ് കളയാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമ്മുടെ കോംറേഡ്സിന് ആരും പുറത്തു പോലും കാണാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ഇമ്മാതിരി ഡയലോഗ്. വയനാട് CPയുടെ മണ്ഡലല്ലേ, തോറ്റതിന്റെ ക്ഷീണം ഉണ്ടെങ്കിലും വീണ്ടാമത് മത്സരിക്കായിരിക്കും അല്ലേ? ഈ മത്സര രംഗത്ത് നിന്ന് ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടും പോലെ LDF മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് BJP ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ടൊഴുക്കായിരിക്കും. ഞങ്ങൾക്ക് LDFന് ഒന്നാം ശത്രു BJPയാണ് രാഷ്ട്രീയമായി. ആ BJPക്ക് ഗുണകരമായതൊന്നും LDF ചെയ്യില്ല, CPI ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും. LDF മത്സരിക്കാതിരുന്നാല് ആ വോട്ട് മുഴുവനും BJPയിലേക്ക് പോകുന്നു. അതെവിടെ നിന്നാണ് അങ്ങനൊരു കണക്ക് കിട്ടിയത്? LDFന്റെ വോട്ട് BJPയിലേക്കോ? അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഓ, പാർട്ടി വോട്ട് ചോർന്നെന്നുള്ള വിലയിരുത്തലിന്റെ ആഫ്റ്റർ എഫക്റ്റ് ചിന്തയാണല്ലോ ഇത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയണത് എത്ര ശരിയാണ്. മത്സരിച്ചോ CPIയുടെ സീറ്റെന്ന് അഭിമാനത്തോടെ പറയണതല്ലേ. ബൈ ദ ബൈ, CPIക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് വകുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അല്ലേ? മന്ത്രി GR അനിലിനെ കൊണ്ടൊന്നും ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവിൽ തന്നെയല്ലേ വിലയിരുത്തലുണ്ടായത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. വയനാട് തന്റെ കുടുംബാണെന്നാണല്ലോ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നത്. വയനാട് ഒഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതേ ഇമോഷണൽ കണക്ഷനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിനെ തന്നെ കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണല്ലേ രാഹുൽ ഗാന്ധി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് എത്ര പാവങ്ങളുടെ ഉറക്കം പോയി എന്നറിയോ? വയനാട്ടുകാർ ഇത്രയും കരുതിയില്ല. കാരണം കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണ്ണമായി കേരളത്തിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം. ഫലിതപ്രിയൻ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ എത്ര തവണ തോറ്റുന്നു സുരേന്ദ്രൻജിക്ക് എന്നൊരു കണക്കില്ല. എന്നിട്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാ. ഇതിനെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ കുടുംബത്തിന്റെ കാര്യം വരുമ്പോ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാവും. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം. ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ്. ഇനി അളിയൻ പാലക്കാടേക്ക്
അടിച്ചു കയറി വാദമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാണാം. ഇതാണ് കോൺഗ്രസിന്റെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥ. അല്ല, കോൺഗ്രസിലെ അടിമകള് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ. അവരെ ഗാർഗേജ് തന്നെ അവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ. പിന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ കാര്യം എന്തിനാണ് പറയുന്നത്? അപ്പൊ ഇത് വളരെ വ്യക്തമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, കുടുംബമാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്റെ കുടുംബമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് സുരേന്ദ്രൻജി പ്ലാൻ? വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചത് ഞാൻ തീരുമാനിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് അത് അക്കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെ പറ്റിയ സ്ഥാനാർത്ഥികൾ വരും. ആര് മത്സരിക്കണം എന്നുള്ള കാര്യം പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും. അതിവിടെ എല്ലാവരും അംഗീകരിക്കും. പാവല്ലേ, ആ മനുഷ്യന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അതൊക്കെ നടത്തി കാണിച്ചു കൊടുക്കാൻ അതിന് എന്നാണാവോ യോഗ ഉണ്ടാവുക? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്നെ നോക്ക്. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തോരം കാര്യങ്ങൾ ഇവിടെ നടത്തി കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം നാക്കി ഷൈൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. വിഷമിക്കേണ്ട സുരേന്ദ്രൻജി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ജി തന്നെ നിന്നാ മതി എന്ന് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് വയനാട് എടുക്കാന്നേ. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യം. സുരേഷ് ഗോപിജി തൃശ്ശൂർ എടുത്തോണ്ട് പോയതിനു ശേഷം എന്തൊക്കെയാണ് തൃശ്ശൂർ DCC നടക്കുന്നത്? എന്നും അടി ഇടി പൊടി പൂരം. അതും പോരാഞ്ഞിട്ട് DCCയുടെ നെഞ്ചത്ത് തന്നെ എന്നും വെറൈറ്റി പോസ്റ്ററുകൾ. കർശന നടപടി ഉണ്ടാവുന്ന നേതാക്കൾ കണ്ണുരുട്ടി പറഞ്ഞിട്ടും അവസാനിക്കാത്ത തമ്മിൽ തല്ലും. വാട്ടെപ്പിറ്റി DCC പ്രസിഡന്റ്, DCC സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും തമ്മിൽ പൊരിഞ്ഞ അടി. ആ അടി സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവസാനം DCC പ്രസിഡന്റ് സ്ഥാനം VK ശ്രീകണ്ഠന് കൊടുത്തത്. അവൻ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് VK ശ്രീകണ്ഠൻ ചുമതല ഏറ്റെടുത്തത്. ഇനി ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക രാഹിത്യവും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഒരു നേതാക്കന്മാരും മറ്റൊരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ ഒരു കാരണവശാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണ സമ്മതത്തോടുകൂടി സീനിയർ നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അനിഷ്ടമായിട്ടുണ്ടായ സംഭവങ്ങളെ അപലപിക്കുകയും അതൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല, അത് ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. ഇനി ആരെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാനോ സോഷ്യൽ മീഡിയയിൽ പരസ്പരം കുത്തി പോസ്റ്റ് ഇടാനോ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നാവിങ്ങോട്ട് എടുത്തുള്ള പിന്നെയും DCCയുടെ മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. നല്ല നേതൃത്വം തന്നെ കടുപ്പിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാവും സതീശേട്ടാ വീണ്ടും ഇങ്ങനെ പോസ്റ്റർ വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ എല്ലാവരും കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ എടുക്കാൻ പോണ രാവിലെ? വേറെ ആർക്കും വേണമെന്ന് ഒട്ടിക്കുക, ഒരു CPM-കാരന് ഒട്ടിക്കുക, ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേണമെങ്കിൽ ക്യാമറ വയ്ക്കാം, ആരാണ് ഒട്ടിക്കണമെന്ന് അറിയാൻ വേണ്ടി. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എന്നെ പാരവയ്ക്കുന്നു, നിങ്ങളുടെ പ്രവർത്തകർ എന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കുന്നു എന്നുള്ള ആരോപണം വരുന്നു. അതിന്റെ പുറത്ത് നിങ്ങളുടെ അണികൾ എന്നെ തമ്മിൽ തല്ലേം പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്നു. അതിന് നമ്മുടെ മക്കട്ട് കയറുന്നത് എന്തിനാണ്? നമ്മളാണോ അതൊക്കെ ചെയ്തത്? അല്ലേ? ഈ പോസ്റ്റർ ഒട്ടിക്കണൊക്കെ വല്ല അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ആർക്കും വേണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾ 2 ദിവസം ആ പോസ്റ്റർ ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. പാർട്ടി ഓഫീസിൽ അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ചെന്ന് ഇത് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് രാത്രി വന്നിട്ട് വീണ്ടും പോസ്റ്റർ ഒട്ടിക്കണം. അത് നിർത്തി. അങ്ങനെ മാധ്യമ പ്രവർത്തകർ വാർത്ത കൊടുക്കുന്നത് കൊണ്ടാണ് സ്വന്തം അണികൾ ഇങ്ങനെ വീണ്ടും പരസ്പരം കുറ്റപ്പെടുത്തി പോസ്റ്റർ ഒട്ടിക്കുന്നതെന്ന ഗംഭീര കണ്ടെത്തലാണ് സുഹൃത്തുക്കളെ സതീശേട്ടൻ നടത്തിയിരിക്കുന്നത്. വാവ്, അഭിനന്ദനീയം, അവിശ്വസനീയം. വാട്ടെ മിറാക്കിൾ കണ്ടുപിടുത്തം. തെരഞ്ഞെടുപ്പ് വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോഴും വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്നുള്ള സന്തോഷം ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലിലും പോസ്റ്റർ ഒട്ടിക്കലിലും ദിവസം 3 നേരം വെച്ച് ന്യായീകരണം നടത്തേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.